അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജുമാ നമസ്കാരത്തിന്റെ അവസാനത്തെ സമയത്താണ്. ഇപ്പൊ ജുമാ നമസ്കാരത്തിന്റെ സുജൂദിലോ അവസാനത്തെ റക്അത്തിന്റെ സുജൂദിലോ അത്തഹിയാത്തിലോ ഒക്കെ കൂടിയാൽ അയാൾക്ക് ജുമാ നമസ്കാരം കിട്ടുമോ? അതല്ല ളുഹറായി പിന്നീട് 4 റക്അത്ത് തുടർന്ന് നമസ്കരിക്കേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ജുമാ നമസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്താണ് ഒരാൾക്ക് കിട്ടുന്നതെങ്കിൽ പോലും അയാൾക്ക് ജുമാ പരിപൂർണമായി ലഭിക്കും, ജുമാ നമസ്കാരം പരിപൂർണമായി ലഭിക്കും. ഒരു റക്അത്ത് കൂടി എഴുന്നേറ്റ് 2 റക്അത്ത് പൂർത്തീകരിച്ചാൽ മതി. 2ാമത്തെ റക്അത്തിന്റെ റുക്കൂ കിട്ടിയാൽ പോലും അയാൾക്ക് ജുമാ നമസ്കാരം പരിപൂർണമായി ലഭിക്കുന്നതാണ്. ഒരു റക്അത്ത് കൂടി വീണ്ടെടുത്താൽ അദ്ദേഹത്തിന് പൂർണ്ണമായും 2 റക്അത്തിന്റെ ആ ഒരു ജുമാ നമസ്കാരത്തിന്റെ രൂപം തന്നെ മതിയാകുന്നതാണ്. എന്നാൽ 2ാമത്തെ റക്അത്തിന്റെ റുക്കൂഉം കഴിഞ്ഞ് സുജൂദിലാണ് കൂടുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം 4 റക്അത്തും നമസ്കരിക്കണം എന്നുള്ളതാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നത്. അദ്ദേഹത്തിന് ജുമാ നമസ്കാരം കിട്ടില്ല, ളുഹറാണ് പിന്നീട് കിട്ടുക. അതുകൊണ്ട് ളുഹറായി 4 റക്അത്ത് തുടർന്ന് പൂർത്തിയായി നമസ്കരിക്കണം എന്ന അഭിപ്രായമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന തെളിവുകൾ ഏതാണ് എന്ന് പരിശോധിച്ചാൽ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ അദ്റക റക്അത മിനസ് സ്വലാ ഫഖദ് അദ്റക സ്വലാ. ഒരാൾക്ക് നമസ്കാരത്തിൽ നിന്ന് 1 റക്അത്ത് ലഭിച്ചാൽ പോലും അയാൾക്ക് നമസ്കാരം പരിപൂർണമായി ലഭിച്ചു, ബാക്കി പൂർത്തീകരിച്ചാൽ മതി എന്ന രൂപത്തിൽ ഈ ഹദീസ് വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണ് മൻ അദ്റക റക്അത മിനസ് സ്വലാ, നമസ്കാരത്തിൽ നിന്ന് 1 റക്അത്ത് ലഭിച്ചാൽ പോലും ഫഖദ് അദ്റക സ്വലാ, നമസ്കാരം പരിപൂർണമായി ലഭിക്കും, അഥവാ ബാക്കി പൂർത്തീകരിക്കുന്നതോടുകൂടി നമസ്കാരം പരിപൂർണമായും അയാൾക്ക് ലഭിക്കും എന്ന രൂപത്തിൽ വിശദീകരിക്കപ്പെടുന്നത്. മറ്റൊരു റിപ്പോർട്ട് ഉള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ അദ്റക റക്അതൻ മിനസ് സ്വലാത്തിൽ ജുമുഅ ഔ ഗൈരിഹ, ജുമാ നമസ്കാരത്തിന്റെ 1 റക്അത്തെങ്കിലും അല്ലെങ്കിൽ മറ്റു നമസ്കാരങ്ങളിൽ 1 റക്അത്തെങ്കിലും ഒരാൾക്ക് കിട്ടിയാൽ ഫഖദ് അദ്റക സ്വലാ, നമസ്കാരം അവർക്ക് കിട്ടി എന്നാണ്. എന്നാൽ 1 റക്അത്ത് പോലും കിട്ടാത്ത പക്ഷം അവർക്ക് ജുമാ നമസ്കാരത്തിന്റെ പൂർണ്ണത ലഭിക്കില്ല. അവർ ളുഹറായി അത് 4 റക്അത്തായി നമസ്കരിച്ച് പൂർത്തിയാക്കുകയാണ് വേണ്ടത് എന്നാണ്. അതിന്റെ വിഭാഗം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, മൻ അദ്റക റുകൂഅ കിട്ടിയാൽ അദ്റക റക്അത്ത് കിട്ടി എന്ന അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവസാനത്തെ റക്അത്ത് അഥവാ ജുമാ നമസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്തിൽ കൂടാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ റുക്കൂഇൽ കൂടിയാൽ പോലും അയാളെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായും ജുമയുടെ ആ പ്രതിഫലം കിട്ടും, 1 റക്അത്ത് കൂടി വീണ്ടെടുത്താൽ മതി എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. എന്നാൽ റുക്കൂഅ പോലും കിട്ടാത്ത ഒരാളാണെങ്കിൽ 4 റക്അത്ത് ളുഹറായിട്ടാണ് പിന്നീട് പൂർത്തിയാക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.